ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സ്റ്റിച്ചിങ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് 3യിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു അംബ്രല്ല പാവാട തയ്ക്കാമെന്നാണ്. പഠിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ പാവാട തയ്ക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരാൾ കമൻ്റ് ഇട്ടിരുന്നു ചുരിദാർ ഇല്ലേ എന്ന്. ആദ്യം മുതൽ തയ്യൽ പഠിക്കുമ്പോൾ ഇങ്ങനെ എളുപ്പമുള്ള ഡ്രസ്സുകൾ തയ്ച്ചു പഠിച്ചാൽ ചുരിദാർ, ഗൗണ് ഇതൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അടുത്ത 2 വീഡിയോയിൽ നമുക്ക് പട്ടുപാവാടയുടെയും ലഹങ്കയുടെയും ഉടുപ്പ് എങ്ങനെ തയ്ക്കണമെന്ന് നോക്കാം. ആ 2 വീഡിയോ കഴിഞ്ഞാൽ ചുരിദാറാണ്. ഉടുപ്പ് തയ്ച്ച ശേഷം ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും ചുരിദാർ. അംബ്രല്ല സ്കേർട്ട് തയ്ക്കുവാനായി ഇതുപോലൊരു 2 മീറ്റർ തുണിയെടുത്ത് 2ആയി മടക്കി ഇങ്ങനെ വെക്കണം. ഇതിൻ്റെ അടഞ്ഞ വശം ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കി 4ആക്കി ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് ഇടണം. ഇങ്ങനെയാണ് അംബ്രല്ല സ്കേർട്ട് വെട്ടാൻ മടക്കേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കി അതിൽ സെൻറ്റിമീറ്റർ അളവിന് വരച്ച് വെട്ടിപ്പടിച്ചതിന് ശേഷം തുണിയിൽ വെട്ടാൻ ശ്രമിക്കണം. അപ്പോൾ തെറ്റിപ്പോയാൽ നമ്മുടെ തുണി വേസ്റ്റ് ആകില്ല. കുട്ടിയുടെ ഇടുപ്പ് വണ്ണം 20ആണ്. ഈ 20നെ 4ആയി ഭാഗിക്കണം. കാരണം നമ്മൾ തുണി 4ആയിട്ടാണ് മടക്കി ഇട്ടിട്ടുള്ളത്. 20നെ 4ആയിട്ട് ഭാഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ടേപ്പിനെ ഇങ്ങനെ 2ആയി മടക്കി വീണ്ടും ഒരു മടക്കൂടെ മടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ 4ൽ1 ഭാഗം അറിയാൻ പറ്റും. കണ്ടില്ലേ, 5 ഇഞ്ച്. ഈ 5ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 6 ഇഞ്ച് ഇടുപ്പ് വണ്ണം ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കണം. ഈ 2 സൈഡും ഏകദേശം ഒരുപോലെ അളവ് വരുന്ന സൈഡിൽ 6 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് നമ്മുടെ ഇടുപ്പ് വണ്ണം ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഒരു പിരമിഡിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് ഇറക്കം 22ആണ് കുട്ടിയുടെ ഇറക്കം. നമ്മൾ അംബ്രല്ല സ്കേർട്ട് തയ്ക്കുമ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കുറച്ച് മാത്രമേ മടക്കി അടിക്കാറുള്ളൂ. അപ്പോൾ മുകൾ ഭാഗത്ത് പടി 1.5-2 ഇഞ്ച് വരും. അപ്പോൾ ഇറക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് 22 തന്നെ എടുത്താൽ മതിയാകും. ഫസ്റ്റ് ഈ സൈഡിൽ വരയ്ക്കണം. വേറെ ഡ്രസ്സിൽ വരയ്ക്കും പോലെ 2 സൈഡ് മാത്രം വരച്ചാൽ പറ്റില്ല. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഭാഗം നീക്കി, ഇവിടെ കുറച്ചുകൂടി നീക്കി, ഇങ്ങനെ ഫുള്ളായി 22 അടയാളപ്പെടുത്തണം. ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് നോക്കണം. ഇതിൻ്റെ ഇടുപ്പ് വണ്ണം 15ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പടി വയ്ക്കാനായി വേറെ തുണി എടുക്കണം. ഈ പാവാടയ്ക്ക് പടി വയ്ക്കുവാനായി നമുക്കൊരു തുണിയെടുത്ത് ഇതുപോലെ 2ആയി മടക്കിയിടണം. പാവാട 2ആയി മടക്കിയിട്ടിട്ടാണ് 15 ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ തുണിയും 2ആയി മടക്കിയിട്ട ശേഷം 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 എടുക്കാം. ഇത് നമ്മൾ എലാസ്റ്റിക് ഇട്ടാണ് തയ്ക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പോലെ ഹൂക്കല്ല, എലാസ്റ്റിക് വെച്ച് എങ്ങനെയാണ് പാവാട തയ്ക്കാം എന്ന് നോക്കാം. 5 ഇഞ്ച് വീതി തന്നെ മതി. ഇങ്ങനെ കട്ട്
ചെയ്തെടുക്കണം. എന്നിട്ടിത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അംബ്രല്ല സ്കേർട്ട് തയ്ക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പഠിപ്പിക്കാനുള്ള തുണിയെടുത്ത് ടേബിളിൻ്റെ പുറത്തിട്ട ശേഷം പാവാടയുടെ ബാക്ക് പോർഷൻ എടുത്ത് ഇവിടെ വെച്ച് അരയിഞ്ച് വീതിക്ക് ഇങ്ങനെ തയ്ക്കണം. തയ്ച്ച ശേഷം കഴിഞ്ഞ വീഡിയോയിലുള്ളതുപോലെ ഇവിടെ മടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എലാസ്റ്റിക് ഇട്ടാണ് തയ്ക്കാൻ പോകുന്നത്. എലാസ്റ്റിക് എടുക്കുമ്പോൾ 20 ഇഞ്ച് ഇടുപ്പ് വണ്ണമുള്ള കുട്ടിക്ക് 19 ഇഞ്ച് എലാസ്റ്റിക് എടുത്താൽ മതിയാകും. എന്നിട്ട് ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലാക്കി ഇതിങ്ങനെ രണ്ടായി മടക്കി ഈ എലാസ്റ്റിക്കിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ലോക്ക് ഇടണം. എന്നിട്ട് ഈ എലാസ്റ്റിക് നന്നായി ഇങ്ങനെ വലിച്ച ശേഷം ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ തയ്ക്കണം. ഇതിങ്ങനെ ഫുള്ളായി തയ്ക്കണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ പുറത്ത് ഈ എലാസ്റ്റിക്കിൻ്റെ മുകളിലായി വീണ്ടും ഇങ്ങനെ തുടങ്ങി ലോക്കിട്ട ശേഷം ഇങ്ങനെ ഇലാസ്റ്റിക് ഇങ്ങനെ തയ്ക്കാം. ഇങ്ങനെ മുകൾ ഭാഗം തയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്കുകൂടെ വീണ്ടും ഒരു ലൈനും കൂടെ തയ്ക്കാം. ഇങ്ങനെ തയ്ച്ച ശേഷം ഇതിൻ്റെ ബാക്ക് വശമെടുത്ത് ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് സൈഡ് തയ്ച്ച് പോകാം. താഴോട്ട് തയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കുഞ്ഞായി അരയിഞ്ച് വീതിക്ക് കുഞ്ഞായി ഇങ്ങനെ മടക്കി ഇങ്ങനെ റൗണ്ട് ചെയ്ത് തയ്ക്കാം. ഇങ്ങനെ താഴ്ഭാഗം മൊത്തം തയ്ക്കാം. ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞു. അതാ കണ്ടില്ലേ? ഇപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ച അംബ്രല്ല പാവാട ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ലെഹങ്കയുടെ ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൻ അമർത്തണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.